അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും അതിന്റെ മൂർധന്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇറാന്റെ തീരദേശ പ്രതിരോധ സംവിധാനത്തിനും മിസൈൽ താവളങ്ങൾക്കും നേരെ അമേരിക്ക തുടർച്ചയായി വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന് പ്രതികാരമായി മേഖലയിൽ നിന്നുള്ള ഊർജ്ജ കയറ്റുമതി പൂർണ്ണമായും നിർത്തുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തിയിട്ടുമുണ്ട്. അമേരിക്കയ്ക്കെതിരെ അതിജീവനത്തിനായുള്ള യുദ്ധം നടത്തുകയാണെന്നും ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കുന്നത് തങ്ങളാണെന്നും ഇറാൻ വ്യക്തമായി പ്രസ്താവിക്കുകയും ചെയ്തു. അതേസമയം ഇറാൻ മറ്റൊരു പ്രധാന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. യുദ്ധം ഇനി ഹോർമുസ് കടലിടുക്കിൽ മാത്രമായി പരിമിതപ്പെടുത്തില്ല, മറിച്ച് അത് ചെങ്കടലിലേക്ക് വ്യാപിപ്പിക്കും എന്നാണ് ഇറാൻ പറയുന്നത്. അതായത് അമേരിക്ക ഇനിയും ആക്രമണം തുടർന്നാൽ യമനിലെ ഇറാന്റെ സഖ്യകക്ഷികളായ ഹൂത്തികൾ മറ്റൊരു സുപ്രധാന ആഗോള കപ്പൽപാതയെ ലക്ഷ്യം വെച്ചേക്കാം എന്നാണ് പറയുന്നത്. ഇറാന്റെ പുതിയ മുന്നറിയിപ്പ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പോയിന്റുകളായ ഹോർമുസ് കടലിടുക്കും ചെങ്കടലും ഒരേ സമയം തടസ്സപ്പെടുമെന്നാണ്. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ഹൂത്തികൾ ശക്തമാക്കിയാൽ അത് ആഗോള വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്തുമെന്ന് വിദഗ്ധർ പറയുന്നു. 2 സമുദ്രപാതകളും ദീർഘനേരം തടസ്സപ്പെടുത്തുന്നത് ആഗോള എണ്ണ കയറ്റുമതി, ഷിപ്പിംഗ് ചെലവുകൾ, ഊർജ്ജ വിലകൾ എന്നിവയെ കാര്യമായി ബാധിക്കുകയും അന്താരാഷ്ട്ര വിപണികളിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും. അതേസമയം ഇറാനിൽ അഹ്വാസ് നഗരത്തിലെ ഷാഹിദ് ബഗേയ ആശുപത്രിക്ക് നേരെ അമേരിക്കൻ സൈന്യം വ്യോമാക്രമണം നടത്തി. ആക്രമണത്തിൽ കുട്ടികളുടെ ക്യാൻസർ ചികിത്സാ വിഭാഗം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം തകരുകയും ചെയ്തു. ഈ ആക്രമണത്തെ തുടർന്ന് അസുഖബാധിതരായ കുട്ടികളെയും മറ്റ് രോഗികളെയും അടിയന്തരമായി അവിടെ നിന്നും ഒഴിപ്പിച്ചു. അഫ്വാസിന് പുറമെ ഇറാനിലെ പ്രധാന നഗരങ്ങളായ ഖെഷംദീപ്, ബന്ദറബ്ബാസ്, സിറിക്, ചബഹാർ, ഖൊണ്ടാബ് എന്നീ നഗരങ്ങളിലും സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരാഴ്ചക്കിടെ രാജ്യത്തുടനീളം നടന്ന അമേരിക്കൻ ആക്രമണങ്ങളിൽ ഇതുവരെ 35 പേർ കൊല്ലപ്പെട്ടതായും 300-ലധികം ആളുകൾക്ക് പരിക്കേറ്റതായും ഇറാൻ അധികൃതർ പറയുന്നു. ബുധനാഴ്ച സൈനിക ബാരക്കിന് നേരെ നടന്ന ബോംബാക്രമണത്തിൽ 7 സൈനികർ കൊല്ലപ്പെടുകയും 100 കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ഏക സിവിലിയൻ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന ബുഷറിലും അമേരിക്ക ആക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഹോർമുസ് കടക്കുന്ന കപ്പലുകളെ ആക്രമിക്കുന്ന ഇറാന്റെ സൈനിക നീക്കങ്ങളാണ് തങ്ങൾ ലക്ഷ്യം വെച്ചത് എന്നാണ് US സെൻട്രൽ കമാൻഡ് ഇപ്പോഴും അവകാശപ്പെടുന്നത്. ഇറാൻ സമാധാന ചർച്ചകൾക്ക് തയ്യാറാകാത്ത പക്ഷം വരും ദിവസങ്ങളിൽ ഇറാന്റെ പ്രധാന ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്.